സ്വർണ്ണ കൊട്ടാരങ്ങൾ, വലിയ മതിലുകൾ, കടലിൻ്റെ കരയിൽ നിർമ്മിച്ചിരുന്ന പുരാതന ഇന്ത്യയിലെ ഏറ്റവും വിസ്മയകരമായ നഗരം ദ്വാരക. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാജധാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നഗരം ഒരു ദിവസം മുഴുവനായും കടലിൽ മുങ്ങിപ്പോയി. പക്ഷേ ഇന്നും സമുദ്രത്തിനടിയിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുന്ന അവശിഷ്ടങ്ങൾ ദ്വാരക നഗരം യഥാർത്ഥമായിരുന്നു എന്നതിന് തെളിവാകുമോ? അതോ ഇത് കഥ മാത്രമോ? ചരിത്രത്തിലെ ഒരു സത്യവുമായിരുന്നു? ഇന്ന് ആൻഷ്യൻ്റ് ഡയറിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ദ്വാരക നഗരം, ശ്രീകൃഷ്ണൻ്റെ നഷ്ടപ്പെട്ട രാജ്യം. മഹാഭാരതത്തിലും ഭാഗവത പുരാണങ്ങളിലും ദ്വാരകയെപ്പറ്റി നിരവധി വിവരങ്ങളുണ്ട്. മധുര വിട്ട ശേഷം യാദവ വംശത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ കടലിനരികിൽ നിർമ്മിച്ച നഗരം ദ്വാരക. ഹരിവംശ പുരാണം പറയുന്നത് 72 കോട്ടകൾ ഉണ്ടായിരുന്ന നഗരം, 90,000 വീടുകൾ ഉണ്ടായിരുന്ന നഗരം, സ്വർണം കൊണ്ടുള്ള കൊട്ടാരങ്ങളും സിംഹദ്വാരങ്ങളും, വിപുലമായ വഴികളും സുരക്ഷിത മതിലുകളും. പുരാണങ്ങൾ പറയുന്നത് ദ്വാരക സമ്പന്നവും ശക്തവുമായ ഒരു നഗരമായിരുന്നു എന്നാണ്. ദ്വാരക ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. കടൽ വഴി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളുമായി കൂടാതെ അറേബ്യ, ആഫ്രിക്ക, മധ്യേഷ്യ എന്നിവിടങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു. പുരാണങ്ങളിലെ വിവരണപ്രകാരം നഗരത്തിലെ സംഗീതം, കല, ശാസ്ത്രം, ധനം എല്ലാം നിറഞ്ഞിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ ദ്വാരകയ്ക്ക് ഉന്നത നഗര പദവി ഉണ്ടായിരുന്നുവെന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്രയും സമ്പന്നമായ നഗരം ദ്വാരക. പിന്നെ ദ്വാരകയ്ക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ദ്വാരകയുടെ നാശം സംഭവിച്ചത്? മഹാഭാരത യുദ്ധത്തിനു ശേഷം യാദവ വംശത്തിൽ കലഹങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടായി. കഥ പ്രകാരം ശ്രീകൃഷ്ണൻ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ ദിവസം ദ്വാരക നഗരം കടലിൽ മുങ്ങിപ്പോയി. ഭാഗവതം പുരാണം പറയുന്നത് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ സമുദ്രം സ്വർണ്ണ നഗരത്തെ മുഴുവനായും വിഴുങ്ങിയെന്നാണ്. ഇത് ഇന്ത്യയുടെ അറ്റ്ലാന്റിസ് എന്ന പോലെ തന്നെ ലോകത്ത് വലിയൊരു രഹസ്യമായി മാറി. ദ്വാരകയെപ്പറ്റി ഇന്ത്യയിൽ ഇപ്പോഴും പല പുരാവസ്തു ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1980കളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും മറൈൻ ആർക്കിയോളജിക്കൽ യൂണിറ്റും ചേർന്ന് ദ്വാരക തീരത്ത് ഗവേഷണം നടത്തി. അവർ കണ്ടെത്തിയത് കല്ലുകൊണ്ടുള്ള മതിലുകളുടെ അവശിഷ്ടങ്ങൾ, പുരാതന ഉപകരണങ്ങൾ, കപ്പലുകൾക്കായി ഉപയോഗിച്ചിരുന്നത്, പാത്രങ്ങൾ, മുത്തുകൾ, മുദ്രകൾ. 2001 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി നടത്തിയ ഗവേഷണത്തിൽ നഗരങ്ങളുടെ ഗ്രിഡ് പാറ്റേൺ അവർക്ക് ലഭിച്ചു. തുറമുഖം പോലെയുള്ള ഘടനകൾ അവർക്ക് ലഭിച്ചു. 9,000 വർഷം പഴക്കമെന്നാണ് ചില ഗവേഷകർ ദ്വാരകയെപ്പറ്റി പറയുന്നത്. ഇതിനിടയിൽ പല വാദപ്രതിവാദങ്ങളും ശാസ്ത്രീയ കാഴ്ചപ്പാടുകളും നടന്നു വരുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നു ഇത് ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയല്ല, പക്ഷേ മറ്റൊരു പുരാതന വ്യാപാര നഗരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ചില പുരാവസ്തു ഗവേഷകർ പറയുന്നത് പുരാണങ്ങളിലെ വിവരണങ്ങളും അണ്ടർ വാട്ടർ കണ്ടെത്തലുകളും ഒത്തുപോകുന്നു, അതിനാൽ ഇത് ദ്വാരക തന്നെയായിരിക്കും. ഇതോടെ പുരാണവും ശാസ്ത്രവും തമ്മിലുള്ള സംഗമം ഇപ്പോഴും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല പുരാവസ്തു ഗവേഷണങ്ങളും ദ്വാരകയെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് എന്തു പറഞ്ഞാലും ദ്വാരക എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ്റെ നഗരവുമായിട്ട് തന്നെയാണ്. ദ്വാരക നഗരം ഇന്ത്യയുടെ തന്നെ ഒരു അറ്റ്ലാന്റിസ് തന്നെയാണ്. പുരാണങ്ങൾ, മഹാഭാരതം, ഭാഗവത പുരാണം എല്ലാം പറയുന്നു ഇത് ശ്രീകൃഷ്ണൻ്റെ നഗരമായിരുന്നു. പുരാവസ്തു ഗവേഷണങ്ങളും അണ്ടർ വാട്ടർ കണ്ടെത്തലുകളും അത് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയുമാണ്. എന്നാൽ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു, ദ്വാരക നഗരം യാഥാർത്ഥ്യമായിരുന്നോ അതോ ഒരു പുരാണ കഥ മാത്രമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. ഇതുപോലുള്ള പുരാതന രഹസ്യങ്ങളും ചരിത്രങ്ങളും അറിയാൻ ആൻഷ്യൻ്റ് ഡയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.